എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് സ്വാഗതം. അപ്പോൾ നേതാവ് സച്ചിൻകുട്ടി ബാറിൽ പോയിരിക്കുകയാണല്ലോ, കാറെടുത്ത സന്തോഷം ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സച്ചിയാണെങ്കിൽ ബാറിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല, പുറത്ത് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷമാണ് സംഭവങ്ങൾ നടക്കുന്നത്. നമ്മുടെ സച്ചി സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. അതും വെറുതെ അല്ല, വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് വൈറലാവുന്നത്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ അറിയാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ സച്ചി ഇങ്ങനെ ബാറിൻ്റെ പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കുറേ നേരം നിൽക്കുകയാണ്. എന്നിട്ടും ഈ നേതാവും കൂട്ടുകാരൊന്നും പുറത്തോട്ട് വരത്തില്ല. സച്ചിയുടെ സ്ഥിരം വിളിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സൊക്കെ ഓട്ടം പോകാൻ വേണ്ടി സച്ചിയെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സച്ചി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് കോളൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ഒരു ഒഴിയാൻ പറ്റാത്ത ഒരു കോൾ വരുമ്പോഴേക്കും സച്ചി പറയും, സാറേ ഞാനൊരു 10 മിനിറ്റിനുള്ളിൽ എത്താൻ, ഞാനിപ്പോൾ ഒരു ട്രിപ്പ് വന്നിരിക്കുകയാണ്, അവരെ പറഞ്ഞു വിട്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് സച്ചി നേരെ നേതാവിനോട് ചോദിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ പൊയ്ക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളെ ഡ്രോപ്പ് ചെയ്യണമെന്ന് ചോദിക്കാൻ വേണ്ടി ബാറിൻ്റെ അകത്തോട്ട് പോകുകയാണ് സച്ചി. അപ്പോൾ അവിടെയാണ് നമ്മുടെ ആൻ്റണിയും കൂട്ടുകാരും ഇരുന്ന് മദ്യപിക്കുന്നുണ്ടായിരുന്നത്. ആൻ്റണിയെ സച്ചി കണ്ടില്ല കേട്ടോ, പക്ഷെ ആൻ്റണി സച്ചിയെ കണ്ടു. ആൻ്റണി സച്ചിയെ കണ്ടപാടെ മൊബൈൽ എടുത്ത് സച്ചിയുടെ വീഡിയോ എടുക്കുകയാണ്. കാരണം എന്താണ്, ഇതൊരു ഡ്യൂട്ടി ടൈം ആണല്ലോ, രാവിലെ പകൽ സമയം. സച്ചി ബാറിൽ കയറി വന്നപ്പോൾ ആൻ്റണി ഓർത്ത് സച്ചി കുടിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. അപ്പോൾ ഈ സച്ചി നേരെ നടന്ന് നേതാവിൻ്റെ അടുത്ത് പോകുന്ന കണ്ടപ്പോൾ ആൻ്റണിക്ക് സംശയം. ആൻ്റണി കൂട്ടുകാരനെ വിടും. എടാ നീ പോയി ഒന്ന് അന്വേഷിച്ച് ആ സച്ചി എന്താ അവിടെ സംസാരിക്കുന്നതെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാൻ പറഞ്ഞ് വിടുവാണ്. അപ്പോൾ സച്ചി നേതാവിനോട് പറയുന്നത്, സാറേ നിങ്ങളെ ഞാൻ ഡ്രോപ്പ് ചെയ്യട്ടെ, അല്ലെങ്കിൽ എനിക്ക് വേറൊരു ഓട്ടം വന്നിട്ടുണ്ട്, ഞാൻ പോയിട്ടും വരട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് സച്ചി അകത്തോട്ട് വന്നത്. അപ്പോൾ അത് സംസാരിക്കുന്നത് കേൾക്കുന്ന സുഹൃത്ത് ആൻ്റണിയോട് പോയി പറയുന്നുണ്ട്, ആൻ്റണി ചേട്ടാ സച്ചി കുടിക്കാനൊന്നും വന്നതല്ല, അവൻ എന്തോ യാത്ര പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ആൻ്റണി പറയും, അവൻ കുടിക്കണ്ട, അവൻ എന്തായാലും ബാറിലോട്ട് കയറിയില്ലേ, ഇനി അവനെ ഞാനൊരു കുടിയനാക്കും, നിക്ക് നീ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് നീ കണ്ടോന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ വീഡിയോ ഇങ്ങനെ സച്ചി അറിയാതെ പിടിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ നേതാവ് സച്ചിയോട് പറയുന്നുണ്ട്, എടാ ഞങ്ങൾ ഇനിയും താമസിക്കും, ഞങ്ങൾ ഇന്നത്തെ ദിവസം ആഘോഷിക്കാൻ പോവാം, നീ പോയിക്കോ, പോകുന്നതിന് മുമ്പ് നീ ഈ കുപ്പി ഒന്ന് പൊട്ടിച്ചതാടാ, എനിക്ക് പൊട്ടിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ കയ്യിൽ കൊടുക്കേ. അപ്പോൾ സച്ചി കുപ്പി പൊട്ടിച്ച് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നതും അവിടെ ഇരിക്കുന്ന ടച്ചിങ്സ് ഒക്കെ എടുത്ത് കഴിക്കുന്നതും ആൻ്റണി വീഡിയോയിൽ പകർത്തുവാണ്. എന്നിട്ട് നേതാവിനോട് പറയുന്നുണ്ട്, ഞാൻ പോയിട്ട് വരാം, എനിക്ക് ഒഴിയാൻ പറ്റാത്തൊരു കോള് വന്നതുകൊണ്ട്, ഒരു ഓട്ടം വന്നതുകൊണ്ടാണ്, ഞാൻ പോട്ടെ സാർ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് സച്ചി യാത്ര പറഞ്ഞ് ബാറിൻ്റെ പുറത്തോട്ട് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ബാറല്ലേ, ഒരുപാട് കുടിയന്മാരുണ്ടാകുമല്ലോ, അതിലൊരു മദ്യപിച്ചിരുന്ന ഒരാൾ സച്ചിയുടെ ദേഹത്ത് വന്നിടിച്ചിട്ട് അവിടെ ഒരു ചെറിയ സീനൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ ആൻ്റണി മൊബൈലിൽ പിടിച്ചിട്ടുണ്ട്. ആൻ്റണി വീഡിയോ എടുക്കുന്നതോ ആൻ്റണിയെയോ സച്ചി കണ്ടിട്ടേയില്ല. എന്നിട്ട് സച്ചി പോവുകയും ഓട്ടത്തിന് വേണ്ടി പോകുകയാണ്. അപ്പോൾ ആൻ്റണി ഈ വീഡിയോ പുറകെ നിന്ന് പിടിച്ചതിന് ശേഷം കൂട്ടുകാരനോട് പറയുന്നുണ്ട്, എടാ അവൻ കുടിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ഞാൻ ഈ എടുത്ത വീഡിയോ നീ അവൻ നല്ല മദ്യപിച്ചിട്ട് ഇവിടെ നിറങ്ങി പോകുമ്പോൾ പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ നീ എഡിറ്റ് ചെയ്ത് തരണം. എന്നിട്ട് പറയണം, ഡ്യൂട്ടി ടൈമിൽ ഓട്ടം ഓടിക്കുന്ന ഒരു ഡ്രൈവറിൻ്റെ ലീലാവിലാസങ്ങൾ എന്ന് പറഞ്ഞിട്ട് നീ ഈ വീഡിയോ യൂട്യൂബിലോ സോഷ്യൽ മീഡിയയിലോ എന്തിലെങ്കിലും വേണമെങ്കിൽ അപ്ലോഡ് ചെയ്തോളൂ, എനിക്ക് അവനോടുള്ള ദേഷ്യം തീർക്കാൻ കിട്ടിയ അവസരമാണ്, നീ എന്നെ ഒന്ന് സഹായിക്കണം എന്ന് സുഹൃത്തിനോട് പറയുവാണ്. അപ്പോൾ സുഹൃത്ത് പറയുന്നുണ്ട്, ആൻ്റണി ചേട്ടൻ പറഞ്ഞാൽ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും, ഈ വീഡിയോ ചേട്ടൻ നോക്കിക്കോ, സച്ചിയെ ഞാൻ കുടിയനാക്കി ഈ വീഡിയോയിലൂടെ മാറ്റിയിട്ട് വൈറലാക്കും എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരൻ ആ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ അപ്ലോഡ് ചെയ്യാണ്. സച്ചി ഈ വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ശരത്ത് ഇങ്ങനെ ഫോൺ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഒരു വീഡിയോ സച്ചിയുടെ, ഇവനെപ്പോലുള്ളവരാണ് ഈ നാടിൻ്റെ ശാപം എന്ന് പറഞ്ഞിട്ട് ഒരു ഓട്ടോ ഓടുന്ന കാർ ഡ്രൈവർ കാണിക്കുന്നത് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസൊക്കെ വന്നിരിക്കുന്നേ. ശരത്ത് നോക്കുമ്പോൾ സച്ചി ഇങ്ങനെ ബാറിലിരുന്ന് കുടിക്കുന്നതും ഡ്യൂട്ടി ടൈമിൽ നേരെ ബാറിലുള്ള ഒരാളായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നതൊക്കെ കാണിക്കുവാണ് ആ വീഡിയോയിൽ. അപ്പോൾ ശരത്ത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നേരെ പോയി രേവതി അടുത്ത് പോവുകയാണ്. എന്നിട്ട് രേവതിയോട് പറയുന്നുണ്ട്, ചേച്ചി നോക്ക്, ചേച്ചി ഇന്നലെ എന്താ പറഞ്ഞത്, ആൻ്റണി ചേട്ടൻ കള്ളുകുടിയനാണ്, തെമ്മാടിയാണെന്നൊക്കെയോ, നോക്കിയ ചേച്ചിയുടെ ഭർത്താവ് എന്താ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ സച്ചിയെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുവാണ്. വീഡിയോ കാണുന്നതും രേവതി ഞെട്ടിപ്പോകുന്നുണ്ട്. രേവതി പറയും, ഇതെന്താടാ, നിനക്കിത് എവിടെ നിന്ന് കിട്ടി, ഇതെന്താ സച്ചിയേട്ടൻ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞ് രേവതി ഒരുപാട് സപ്പോർട്ട് ചെയ്യുവേ. അപ്പോൾ ശരത്ത് പറയും, ചേച്ചി ഇത് ഞാൻ പിടിച്ച വീഡിയോ എന്നല്ല, ഇപ്പോൾ സച്ചിയേട്ടനാണ് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറൽ, ചേച്ചിക്ക് ഫോൺ ഇല്ലാത്തതുകൊണ്ട് അറിയാത്തതാ, നോക്ക് ഈ വീഡിയോസിന് താഴെ എന്തോരം കമൻസ് ആണെന്ന്, ഇവനെപ്പോലുള്ളവരാണ് ഈ നാടിൻ്റെ ശാപം, ഇവൻ്റെ ലൈസൻസ് കട്ട് ചെയ്യണം, ഡ്യൂട്ടി ടൈമിൽ ഇവൻ കുടിച്ചിട്ട് ഇവൻ്റെ വണ്ടിയിൽ കയറുന്ന യാത്രക്കാരുടെ
വിധിയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻസാണ് ചേച്ചി നോക്ക്, ചേച്ചിക്ക് സങ്കടം വരും, ഞാൻ മുഴുവനും വായിച്ച് കേൾപ്പിക്കുന്നില്ല എന്നൊക്കെ പറയുവാണ്. ഇത് കണ്ട് രേവതി പൊട്ടിക്കരയുവാണ് കേട്ടോ. കാരണം രേവതി ആ വീഡിയോ വിശ്വസിച്ചു, ഒറിജിനൽ പോലെ തന്നെയാണ് ആ വീഡിയോ ഇരിക്കുന്നത്. രേവതി പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീട്ടിലോട്ട് പോകുമ്പോഴാണെങ്കിലോ അവിടെ നമ്മുടെ സുതി പകരം വീട്ടാൻ കിട്ടിയൊരു അവസരമായിട്ട് ഇതിനെ കാണുവാണ്. സുതി പാർക്കിൽ കിടന്നുറങ്ങിയ വീഡിയോ നമ്മുടെ സച്ചി വന്നിട്ട് ടി വിയിൽ വന്നിട്ട് ഡിസ്പ്ലേ ചെയ്യുമായിരുന്നല്ലോ, എല്ലാവരെയും കാണിച്ചിട്ട് സുതിയെ നാണം കെടുത്തിയായിരുന്നല്ലോ. അപ്പോൾ സുതി തിരിച്ച് ഇതേപോലെ ഒരു അവസരം കിട്ടിയപ്പോൾ അത് അതേ കോയിനിൽ തന്നെ തിരിച്ചടിക്കുവാണ്. സുതി നേരെ വീട്ടിൽ വന്നിട്ട് എല്ലാവരും ഹോളിൽ ഇരുത്തിയിട്ട് അവിടുത്തെ ടി വിയിൽ ഈ വീഡിയോ പ്ലേ ചെയ്യുവാണ്. വീഡിയോ കണ്ടതും രേവതി ഞെട്ടിയ പോലെ തന്നെ രവീന്ദ്രനും കുടുംബവും മൊത്തം ഞെട്ടുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ പറയും, ഇതെന്താടാ, ഇത് സച്ചിയല്ലേ? സച്ചി തന്നെയാണ് കാണിക്കുന്നത്, നോക്കിയേ, ഞാനന്ന് പാർക്കിൽ കിടന്നുറങ്ങിയപ്പോൾ എന്തായിരുന്നു, ഞാൻ വെറുതെയാ കിടന്നത്. സച്ചി നോക്കിയാൽ മദ്യപിച്ച് ഡ്യൂട്ടി ടൈമിലിരുന്ന് എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്. സച്ചിയാണിപ്പോൾ വൈറലെന്നൊക്കെ പറയുമ്പോഴേക്കും വർഷ മൊബൈൽ എടുത്ത് നോക്കുവേ ഇത് സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വർഷ പറയുന്നുണ്ട്, ശരിയാ അങ്കിളെ, സച്ചിയാ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടിരിക്കുന്നത്, എന്തോരം മോശം കമൻസാണ് വന്നിരിക്കുന്നതെന്ന് നോക്കിയെന്ന് പറയുവാണ്. രവീന്ദ്രൻ ഈ വീഡിയോ കണ്ടിങ്ങനെ ഞെട്ടിയിരിക്കുവാണ്. സച്ചി ഇങ്ങനെയൊന്നും ചെയ്യില്ല, കുടിക്കില്ല, മദ്യപാനമൊക്കെ കുറഞ്ഞെന്നോർത്തിരിക്കുമായിരുന്നല്ലോ രവീന്ദ്രൻ. അപ്പോൾ ചന്ദ്രക്കാണെങ്കിൽ ദേഷ്യം വന്ന് കയറുവാണ്. ഇവൻ കാരണം ഈ കുടുംബത്തിന് ഇന്നും നാണക്കേടേ ഉണ്ടായിട്ടുള്ളൂ. ചടങ്ങിൻ്റെ അന്ന് വീട്ടുകാരുടെ മുമ്പിൽ ഞങ്ങളെ നാറ്റിച്ചു, ഇപ്പം നാട്ടുകാരുടെ മുമ്പിലൊക്കെ നാറ്റിച്ചു, ലോകം മുഴുവൻ ഈ വീഡിയോ കണ്ടു, ഞങ്ങളിനി എങ്ങനെ പുറത്തിറങ്ങി നടക്കും, ഈ വീടിൻ്റെ ഉള്ളിൽ തന്നെ വാതിലും പൂട്ടിയിരിക്കാം എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര വല്ലാതെ ദേഷ്യപ്പെടുവാണ്. നിങ്ങൾ ഒരാളാണ് ആ സച്ചിയുടെ ഇത്ര തെമ്മാടിത്തരത്തിനൊക്കെ കൂട്ടു നിൽക്കുന്നത്, ഇപ്പോൾ സമാധാനമായല്ലോ, എല്ലാവരും നാണം കെടുത്തിയപ്പോൾ സമാധാനമായല്ലോ എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രനെ കുറ്റം പറയുവാണ് ചന്ദ്ര. ആ സമയത്ത് രേവതി കയറി വരുമ്പോഴേക്കും അറിയാലോ ചന്ദ്രയുടെ സ്വഭാവം, ഉള്ള കണ്ട ദേഷ്യം മൊത്തം രേവതിയോട് തീർക്കുവാണ്. നീ കാരണമാണ്, നീ ഈ കുടുംബത്തിൽ വന്നു കയറിയ പിന്നെയാണ് അവൻ ഇത്രയും കുടിയനായത്, നിനക്ക് സമാധാനമായില്ലേടി എന്നൊക്കെ പറഞ്ഞ് രേവതിയെ ചീത്ത പറയുകയാണ്. രേവതിക്കും തിരിച്ചൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. കാരണം സച്ചിയുടെ വീഡിയോ അത് ഒറിജിനലിൽ പോലും വെല്ലുന്നൊരു വീഡിയോ ആണ്. എല്ലാവരും ആ വീഡിയോ വിശ്വസിച്ചിരിക്കുകയാണ്. സച്ചി ഇതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. സച്ചി ഇത് എറിയുന്നത് എപ്പോഴാന്ന് വെച്ചാൽ സച്ചിയുടെ കൂടെ ട്രിപ്പിന് കയറിയ ആൾക്കാരില്ലേ, അവർ ഈ വീഡിയോ കണ്ടിട്ട് പകുതി വഴി എത്തുമ്പോഴേക്കും സച്ചിയോട് പറയുന്നുണ്ട്, താനൊന്ന് വണ്ടി നിർത്തിയേ. അപ്പോൾ സച്ചി പറയും, എന്താ ചേട്ടാ, എന്താ കാര്യം, നിർത്തരോ, ഞങ്ങൾക്ക് വേണ്ട തൻ്റെ ട്രിപ്പ്, എത്ര രൂപയായെന്ന് പറ, ഞങ്ങൾ ഈ വണ്ടിയിൽ നിന്നും പോവാണെന്ന് പറയും. അപ്പോൾ സച്ചി പറയും, അയ്യോ ചേട്ടാ എന്താ കാര്യം എന്ന് പറ, ഞാനൊന്നും ചെയ്തില്ലല്ലോ, താൻ നിർത്താനല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് സച്ചിക്ക് അതുവരെ ഓടിയ കാശ് കൊടുത്തിട്ട് അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോകുവാണേ. അപ്പോൾ റോഡിൽ ട്രാഫിക് പോലീസ് നോക്കുമ്പോൾ ആ വീഡിയോയിൽ കണ്ട അതേ നമ്പർ പ്ലേറ്റുള്ള കാർ വരുന്നു. ട്രാഫിക് പോലീസ് നേരെ കൈ കാണിച്ച് സച്ചിയുടെ വണ്ടി നിർത്തിച്ചിട്ട് സച്ചിയെ കാറിൽ നിന്നും വലിച്ചിറക്കിയിട്ട് റോഡിൽ കൂടി കൊണ്ടുപോകുമ്പോഴും സച്ചിക്ക് കാര്യം എന്നറിയില്ല. എന്താ സാർ, എന്താ കാര്യം, ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കാർ എന്തിനാണ് നിങ്ങൾ കൊണ്ടുപോകുന്നതെന്നൊക്കെ ചോദിച്ചാൽ അവിടെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പോലീസ് പറയുന്നുണ്ട്, നീ പോയി നിൻ്റെ മൊബൈലിൽ നോക്കടാ, നീയാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ, നിനക്കിനി കാർ തരണോ വേണ്ടിയോ എന്നൊക്കെ ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് സച്ചിയെ റോട്ടിൽ ഇറക്കി വിടുവാണ്. അപ്പോൾ ഏതായാലും നമ്മുടെ സച്ചി സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുവാണ്. അതൊന്നും നല്ല രീതിയിലല്ല, മോശം രീതിയിലാണ്. അപ്പോൾ ഇതൊക്കെയാണ് വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.